കൂട്ടുകാരാ, ഞാനൊരു സംശയം ചോദിച്ചോളട്ടെ? ഞാനൊരിക്കലും ഒരു സ്ത്രീ വിദ്വേഷിയല്ല. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി എന്നും നിലകൊള്ളുന്നൊരു വ്യക്തിയാണ് ഞാൻ. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചുകൊള്ളട്ടെ? ഇപ്പോൾ അമൃത എന്ന പെൺകുട്ടിയെ ഉയർത്തിക്കൊണ്ട് വൻപിച്ച പ്രതിഷേധങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അമൃത എന്ന പെൺകുട്ടിയുടെ വ്യക്തിത്വത്തെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ പെൺകുട്ടി തീർത്തും സാധാരണ ഒരു പെൺകുട്ടിയല്ല. ഒരുപാട് കഴിവുകളുള്ള, ശാരീരികമായും മാനസികമായും ഒരുപാട് പക്വത നേടുകയും ഒരുപാട് ബലം നേടുകയും തന്നെ അതിക്രമിക്കാൻ വരുന്ന ഒരു പുരുഷനെ നേരിടുവാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കപ്പെടുകയും ചെയ്ത ഒരു പെൺകുട്ടിയാണ് അമൃത. ഈ അമൃത ഒരു പുരുഷനെ തന്നെ ആക്രമിക്കാൻ വന്നതാണ് എന്ന് കരുതിയാൽ പോലും, ഒരു പുരുഷനെ എതിർത്തു എന്ന് പറയുമ്പോൾ നമുക്ക് ആ പെൺകുട്ടിയുടെ ശാരീരിക ഘടന വെച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഒരു പുരുഷനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ യാതൊരു സംശയവുമില്ലാതെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ് അത്. അതുകൊണ്ട് തന്നെ അതിനെ ആക്രമിക്കുവാൻ ചെന്ന ഒരുപക്ഷെ സ്ത്രീകളുടെ അവകാശങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ എല്ലാ സ്ത്രീകളും അടുക്കളയിൽ ഒതുങ്ങുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചില സ്ത്രീകളിലും ചില പ്രശ്നങ്ങൾ, ചില അഹങ്കാരികളായ പെൺകുട്ടികൾ നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു പെൺകുട്ടിയാണ് അമൃത. അമൃത ഒരു വ്യക്തിയെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ യാതൊരു കഴമ്പില്ലെങ്കിൽ കോടതി എന്തുകൊണ്ട് കേസെടുത്തു? കോടതിക്ക് വ്യക്തമായ ബോധ്യമുണ്ടായത് കൊണ്ടാണ് ആ പെൺകുട്ടിക്കെതിരെ കേസെടുത്തത്. എന്നാൽ ഒരു പെൺകുട്ടിക്കെതിരെ കേസെടുക്കുമ്പോൾ ആ സമൂഹം അതിനെ എങ്ങനെ കാണുന്നു? സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കെതിരെ വൻപിച്ച പ്രതിഷേധങ്ങൾ നടക്കുന്ന ഈ സമൂഹത്തിൽ തന്നെ സ്ത്രീ ഒരു തെറ്റ് ചെയ്താലും അത് പുരുഷന്റെ മേൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു അവസ്ഥയായി നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കും. ഈ അവസ്ഥയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ ആ പുരുഷൻ തീർത്തും നിരപരാധിയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. അതെനിക്ക് നേരിട്ട് സാധിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. എങ്കിലും ഒരുപക്ഷെ ആ പുരുഷൻ ഒരു നിരപരാധിയായ വ്യക്തിയായിരിക്കാം. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കുകയില്ല. പക്ഷേ ഇത് നാം ഉൾക്കൊള്ളേണ്ടുന്ന കാര്യം തന്നെയാണ്. ഒരു പുരുഷൻ എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഒരു സ്ത്രീ നമ്മളെ ആക്രമിക്കുവാൻ വന്നാൽ അതിനെ ചെറുക്കുവാൻ പോലും നമുക്ക് സാധിക്കുകയില്ല. ഒരു സമൂഹം മുഴുവൻ ആ സ്ത്രീയുടെ പിന്നിൽ അണിചേരുന്ന സ്ഥിതിയായി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവിടെ നാം തെറ്റുകാരായിരിക്കത്തില്ല, പക്ഷെ നമ്മളെ തെറ്റുകാരായി സമൂഹം ചിത്രീകരിക്കും. സ്ത്രീകളുടെ അവകാശങ്ങൾ തീർത്തും ഇന്ന് നടത്തേണ്ടുന്ന അവസ്ഥ തന്നെയാണ്. എന്നാൽ പുരുഷന് മേൽ അതിക്രമങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ പുരുഷാധിപത്യത്തിന് എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും അത് കാരണമായി തീരേണ്ടുന്ന അവസ്ഥ തന്നെയായി ഇരിക്കുന്നു എന്ന് തന്നെ തീർത്തും എനിക്കറിയാവുന്ന വസ്തുതയാണ്. എങ്കിൽ പോലും ചില വസ്തുതകൾ നാം തീർത്തും ഗൗനിക്കേണ്ടിയിരിക്കുന്നു. അമൃതയുടെ പ്രശ്നം നാം ഇത്രമാത്രം ഉയർത്തിക്കൊണ്ട് വരുന്ന എന്ത് സ്ഥിതിയാണ് അവിടെ ഉള്ളത് എന്ന് നാം വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അമൃത എന്ന പെൺകുട്ടിയുടെ വ്യക്തിത്വത്തെ നാം തീർത്തും കാണേണ്ടിയിരിക്കുന്നു. സാധാരണ ഒരു പെൺകുട്ടിയിൽ നിന്ന് അകലമായി ഒരുപക്ഷെ ആ പുരുഷൻ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ അത് കോടതിക്ക് തീർത്തും ബോധ്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസും അമൃതയ്ക്കെതിരെ ഇത്രമാത്രം ഒരു കേസെടുക്കുവാൻ കോടതി തയ്യാറായത്. എന്നാൽ ഇതിനെ എങ്ങനെ മാധ്യമങ്ങളും സമൂഹവും നോക്കിക്കാണുന്നു? നീതിന്യായ വ്യവസ്ഥയുടെ അപ്പുറമായി നിയമ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുവാൻ എങ്ങനെ ഒരു സമൂഹത്തിന് കഴിയുന്നു? ഇത് തീർത്തും തെറ്റായ വസ്തുതയാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കെതിരെ നാം പ്രതികരിക്കണം. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾക്കെതിരെ എവിടെ ന്യായമുണ്ടോ അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഒരു സ്ത്രീ പ്രശ്നം ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യണം. ഒരു പുരുഷൻ പ്രശ്നം ചെയ്താൽ അതിനെയും ചോദ്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുവാൻ നമുക്ക് ചിന്തിക്കാം. അല്ലാതെ ഒരു പക്ഷക്കാരായി നമുക്ക് മാറുവാൻ സാധിക്കുകയില്ല. നാം ജനപക്ഷത്തായിരിക്കണം. എല്ലാവരുടെയും പ്രശ്നങ്ങൾ നാം മനസ്സിലാക്കണം. ഒരു പക്ഷത്തേക്കുള്ള ചായ്വ് നമുക്ക് ഒരിക്കലും ആവശ്യമാകുന്ന അവസ്ഥയില്ല. നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ നന്മയെ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. സ്ത്രീപക്ഷത്തുള്ള മുന്നേറ്റവും നമുക്ക് അതുകൊണ്ട് തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നാം ഗൗനമായി ചിന്തിച്ച് വ്യക്തമായ ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ സമൂഹത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കൂ.
ചിന്തിക്കൂ സുഹൃത്തേ.